You're a biryani lover? Yes. Ah. ഫീൽ ലൈക്ക് ഹോം എന്നവർ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. हड्डी नहीं वो वाला ये वाला? नली वाला मैं वीडियो के लिए अच्छा रहेगा. अच्छा ഇത്തവണത്തെ പെരുന്നാൾ കൊൽക്കത്തയിലായത് കാരണം റഹ്മാൻ സാഹിബ് ബംഗാളിലെ ബലി പെരുന്നാൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒപ്പം നല്ല ഒരു അടിപൊളി കൊൽക്കത്ത ബിരിയാണി വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാനുമായിട്ടാണ് എന്നെ ക്ഷണിച്ചത്. 100-200 ആടുകളെ ഇറക്കുന്നത് 12ാം നിലയിലാണത്രേ. ഇതിന് പായ്സ് ആൻഡ് സമയ് എന്ന് പറയും. കെട്ടിടത്തിന്റെ 12ാം നിലയിൽ ബലി പെരുന്നാളിനായി കൊണ്ടുവന്ന മൃഗങ്ങൾ അവരുടെ ഊഴം കാത്ത് നിൽപ്പുണ്ടായിരുന്നു. ഈ അപ്പാർട്ട്മെന്റിന്റെ ടെറസിൽ ഘട്ടം ഘട്ടമായി അറുത്തുകൂട്ടിയത് 200-ൽ പരം ലക്ഷണമൊത്ത മുട്ടനാടുകൾ. കാണാനെത്തിയ കുട്ടികളെ ഇത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് കുറച്ച് മാറ്റി ഇരുത്തിയിരുന്നു. ഇത് ചെയ്യുന്നതും കാണുന്നതും പാപം, തിന്നുന്നത് മാത്രം ഹെൽത്തി എന്ന് പറയുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചില രംഗങ്ങൾ ഹൃദയഭേദകമായി തോന്നാം, പക്ഷേ ഇത് ജീവനല്ല. ഈ അനക്കത്തിന് പിന്നിലും ഒരു സയൻസ് ഉണ്ട്. ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ഇറച്ചിവെട്ടുകാർക്ക് 10-20,000 ഇവിടെ പൊന്നും വില കൊടുത്ത് വാങ്ങുന്ന പലതും അന്ന് അവിടെ വേസ്റ്റുമാണ്. ഇനി നല്ല കൊൽക്കത്ത ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പുകൾ. ഇറച്ചിയിലിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങും നമ്മുടെ നാട്ടിൽ കാണാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസുമാണ് ഇവനെ വ്യത്യസ്തനാക്കുന്നത്. ചേരുവകൾക്ക് മാറ്റമുണ്ടെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ചെമ്പ് പൊട്ടിക്കുന്ന രീതിയിൽ ഒരു മാറ്റവുമില്ല. അതിനെല്ലായിടത്തും ഒരേ വികാരം തന്നെ. ആതിഥേയ മര്യാദകളിൽ ബംഗാളികൾ മലയാളികളെക്കാൾ ഒരു പടി മുമ്പിലാണെന്ന് തോന്നിപ്പോകും വിധമായിരുന്നു എന്നോടുള്ള പെരുമാറ്റം. ഈ തിരക്ക് പിടിച്ച ദിവസം ബിരിയാണി കാലമായപ്പോൾ ഉച്ച 3 മണി കഴിഞ്ഞിരുന്നു. കത്തുന്ന വിശപ്പുള്ള എന്നോട് അവർ പറയുകയാ ഫീൽ ലൈക്ക് ഹോം. ആ പറച്ചിലിന്റെ അർത്ഥം മനസ്സിലാക്കിയ ഞാൻ ഏതാണ്ട് 100 ഗ്രാം തൂക്കം വരുന്ന 7 പീസ് മട്ടനാണ് അകത്താക്കിയത്. ബിരിയാണിക്കൊപ്പമുള്ള സലാഡ് ഇവിടെ ജ്യൂസ് ആക്കിയാണ് തരുന്നത്. बुरानी है बुरानी हाँ ये बिरयानी के साथ स्पेशल है. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് സംതൃപ്തയായ ദീദിയും കുടുംബവും പിറ്റേ ദിവസം കൂടുതൽ വിഭവങ്ങളുമായി എന്നെ വീണ്ടും ക്ഷണിക്കുകയുണ്ടായി. അതും ഞാൻ മനോഹരമായി തന്നെ അവസാനിപ്പിച്ചു.